ഡൽഹാരി ചാമ്പ. കിളികൾ കാരണം എല്ലാ ഫ്രൂട്ടും താഴെ പോകുന്നു. കുറച്ച് നമ്മൾ കവറിലാക്കിയിട്ടുണ്ട്. ബാലി ചാമ്പ കളറായി വരുന്നേ ഉള്ളൂ. ബാലി ചാമ്പയാണ്. നമുക്ക് കുറച്ച് കവറിലാക്കിയിട്ടുണ്ട്. റെഡ് കളറായി വരുന്നുണ്ട്. ഇത് വേറെ ഡൽഹാരി ചാമ്പ. ഇത് ഇതൊക്കെ ഫ്രൂട്ട് സെറ്റായിട്ടുണ്ട്. ഉമ്മർ ചാമ്പയത്. ഇത് ഫസ്റ്റ് ടൈം ഫ്ലവർ ചെയ്യുക. ഇത് ആദ്യമായിട്ട് കായ്ക്കുകയാണ്. പപ്പായ ഗോവ റെഡാണിത്. ഇത് സപ്തഗിരി നഴ്സറിയിൽ നിന്ന് മേടിച്ചത്. ഇത് റെഡ് 2 പ്ലാന്റ് ഉണ്ട്. ഇതൊന്ന് ഫ്രൂട്ടായിട്ടുണ്ട്. ഇത് റെഡാണ്. ഇത് ഇതും ഫസ്റ്റ് ടൈമാണ്. പിങ്ക് പപ്പായ ഗോവ പിങ്ക്. ഇത് ബാലാജി ലെമൺ. ഇത് വെച്ചിട്ട് 5 വർഷമായി. വളരെ സ്ലോ ആയിട്ടാണ് വരുന്നത്, പക്ഷെ നല്ല ജ്യൂസ് ചെയ്യത്. ഇത് കൂടുതൽ തമിഴ്നാട്ടിൽ കാണുന്ന ഒരു നാരങ്ങയത്. ഇത് ലെയറിങ് അല്ല, സീഡഡ് പ്ലാന്റ് ആണിത്. ഇത് റെസീൻ എക്സോട്ടിക്കല്ല, സ്വീറ്റ് ലൂബിയ. ഇത് 2 വർഷമായി പ്ലാന്റ് ബ്ലൂം ചെയ്ത് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. 2 പ്ലാന്റ് ഉണ്ട്. ഇത് ഇൻഡോനേഷ്യൻ ഗ്രീൻ ചാമ്പ. വെറുതെ അപ്ഡേറ്റ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം. ഇത് ഗ്രീൻ ചാമ്പ, പക്ഷേ ടിപ്പ് കുറച്ച് റെഡാണ്. ലുക്സ് ലൈക്ക് എ കിങ് കോങ് ചാമ്പയെന്ന് തോന്നുന്നു, പക്ഷേ ഗ്രീൻ കളറാണ് വരുന്നത്. NR സീറ്റ് ലൂബി. ഇതിൽ വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ. എല്ലാം ഫ്ലവറും പൊഴിഞ്ഞു പോകും. ഇവിടെ ഇപ്പോൾ മഴ തുടങ്ങിയിരിക്കുക. നിറച്ച് പൂത്തുന്നു. ഇത് തായ്ലാൻഡ് കിങ് ജാമൂണാണ്. ഇത് ഫ്രൂട്ട് സെറ്റായി വരുന്നേ ഉള്ളൂ.
ഇത് ഫ്രൂട്ട് ആകുമ്പോൾ അപ്ഡേറ്റ് കാണിക്കുക എങ്ങനെയാണെന്ന്. തൈവാൻ ലെമൺ, ഇത് 4-5 വർഷമായി പ്ലാന്റ്. ഇവർ എല്ലാ വർഷവും നന്നായിട്ട് ഫ്രൂട്ട് കിട്ടുന്നതാണിത്. നല്ല ജ്യൂസിയാണ്. ഇത് കൽക്കട്ടയിൽ നിന്ന് കൊറിയറിൽ അയച്ചത് അവർ. ദശേരി കുറച്ച് സൈസായിട്ടുണ്ട്. കുറച്ച് കവറിലിട്ടിട്ടുണ്ട്.